ഇതേപോലൊരു മസാലയിൽ നിങ്ങൾ ഉള്ളി അച്ചാറിട്ട് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും 1.5 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചൂടായ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആദ്യം മൂത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പെരിഞ്ജീരകം ചേർക്കുന്നത്. പെരിഞ്ജീരകവും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വറുത്ത് അതിൻ്റെ മണമെല്ലാം ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു 5 മീഡിയം സൈസ് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും ഞാൻ 8 പീസായിട്ട് അരിഞ്ഞെടുത്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു 20ഓളം ചുമന്ന ചെറിയ ഉള്ളിയും കൂടി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം. സവാളയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ പൾസ് മോഡിൽ ഒരു 2-3 പ്രാവശ്യം ബട്ടൺ ഒന്ന് തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. നല്ലതുപോലെ അരഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ പരുവം ആകെ തെറ്റിപ്പോവും. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെ വെള്ളത്തിൻ്റെ മയമെല്ലാം മാറി എണ്ണ നല്ലതുപോലെ പതയെല്ലാം മാറിയിട്ട് ഇതേപോലെ ഒന്ന് ക്ലീനായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സവാളയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റാം. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പം പെട്ടെന്ന് സവാള വഴന്ന് വരുമെന്നല്ലേ പറയുന്നത്. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വരാൻ ഒരു 1-1.5 മണിക്കൂർ എടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. സവാളയെല്ലാം നല്ലതുപോലെ വഴന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തത് 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റി സൈഡിൽ നിന്ന് എണ്ണ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൈവിടാതെ ഇളക്കി അലുവ പരുവത്തിൽ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂട് ചട്ടിയിൽ നിന്ന് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ ഉള്ളി അച്ചാർ. സൂപ്പറല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.